മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സഹായവും വായ്പ എഴുതിത്തള്ളലും ചർച്ചയായിരിക്കെ കേന്ദ്രമന്ത്രിമാരുമായി നിർണായക കൂടിക്കാഴ്ചകൾ നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന സാഹചര്യത്തിൽ കേരളത്തിന് അർഹമായ സഹായങ്ങൾ വാങ്ങിയെടുക്കാൻ ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും ഡൽഹി കൂടിക്കാഴ്ചകൾ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് വയനാട് ദുരിതാശ്വാസത്തിലെ കടുംവെട്ട് വലിയ തിരിച്ചടിയായിരുന്നു. നാളെ പ്രധാനമന്ത്രിയുമായും പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തും. വയനാട് പാക്കേജിൽ സംസ്ഥാനത്തിന് കൂടുതൽ ധനസഹായം തേടുകയാണ് മുഖ്യമന്ത്രി. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പോസിറ്റീവാണ് കാര്യങ്ങൾ എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, പക്ഷേ നമുക്കറിയില്ല. വയനാട് പുനർനിർമ്മാണത്തിന് കേരളം ചോദിച്ചത് 2221 കോടി രൂപയായിരുന്നു. വയനാട് സഹായ പാക്കേജായി കേന്ദ്രം അനുവദിച്ചത് 260.56 കോടി രൂപ മാത്രമാണ്, അതും നിബന്ധനകളോടെ. നരേന്ദ്രമോദി പിണറായി വിജയൻ കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്കാണ്. എയിംസ് വിഷയം ഉൾപ്പെടെ JP നഡ്ഡയുമായി ചർച്ച ചെയ്തു. ദേശീയപാതാ പ്രോജക്റ്റുകൾ നിതിൻ ഗഡ്കരി പിണറായി കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പരമാവധി സഹായം നേടിയെടുക്കാനുള്ള ശ്രമമാണ് സംസ്ഥാനത്ത് സർക്കാർ നടത്തുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരോടുള്ള കേന്ദ്ര നയത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഇന്നലെ ഉണ്ടായത് നമ്മൾ കണ്ടു. കോടതിയെ ചൊടിപ്പിച്ചത് ബാങ്കുകൾ RBI നിയന്ത്രണത്തിലാണ് എന്ന കേന്ദ്രത്തിന്റെ നിലപാടാണ്. വായ്പ എഴുതിത്തള്ളാനാകില്ലെന്ന കേന്ദ്ര സത്യവാങ്മൂലമാണ്. ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാകില്ലെന്ന കേന്ദ്ര നിലപാടിനോട് കോടതി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ദുരന്തബാധിതരോട് ചിറ്റമ്മ നയം കാട്ടരുതെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. മൗലികാവകാശ സംരക്ഷണം കക്ഷി രാഷ്ട്രീയ കാരണങ്ങളാൽ നിഷേധിക്കാനാകില്ല. ഗുജറാത്ത്, അസം തുടങ്ങി വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയ ദുരന്ത സഹായം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? കേന്ദ്രത്തിന് പണമില്ലാത്ത അവസ്ഥയല്ല എന്നറിയാം എന്നാണ് കോടതി പറഞ്ഞത്. കേന്ദ്രത്തിന് അധികാരമുണ്ടോ എന്നതല്ല, നടപടി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് വിഷയം. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളില്ലെന്ന കേന്ദ്ര നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രത്തിന് ഇതിന് അധികാരമില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാനമാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ബാങ്കുകളെ നിർബന്ധിക്കാൻ കേന്ദ്രത്തിന് അധികാരമോ റോളോ ഇല്ലെന്നാണ് വാദം. നഷ്ടങ്ങൾ ഉണ്ടായവർക്ക് സംസ്ഥാനമാണ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത് എന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. വയനാട് ദുരന്തബാധിതരോടുള്ള കേന്ദ്ര നിലപാടിനെതിരെ ദേശാഭിമാനിയിൽ MV ഗോവിന്ദന്റെ ലേഖനമുണ്ടായിരുന്നു. വയനാട് സഹായത്തിലെ നിലപാട് കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണനയുടെ ക്രൂരമായ മുഖമാണ് എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. വൻകിട കോർപ്പറേറ്റുകളുടെ വായ്പ എഴുതിത്തള്ളും. ദുരന്തബാധിതരോട് മനുഷ്യത്വരഹിത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അർഹമായ സഹായം നിഷേധിച്ച് കേന്ദ്രം ദുരന്തബാധിതരെ കൈയൊഴിയുകയാണ് എന്നും ലേഖനത്തിൽ പറയുന്നു. സനീഷ്, എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും വലിയൊരു ദുരന്തം കേരളം കണ്ടതാണ്. നമ്മൾ വിചാരിച്ചത് പ്രധാനമന്ത്രി അടക്കം ഇവിടെ വന്നല്ലോ, അദ്ദേഹം കുഞ്ഞു ഓമനകളെയൊക്കെ എടുത്ത് ലാളിച്ചു. അത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിൽ പോലും വാർത്തയാവുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. അപ്പോൾ അത്രയും ഒക്കെ കണ്ട് മനസ്സിലാക്കി പോയ കേന്ദ്രം സംസ്ഥാനത്തിന് വേണ്ട സഹായം ചെയ്യും എന്ന് കരുതിയിട്ട് ഈ വിമർശകരടക്കം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വിമർശകരടക്കം ഇപ്പോൾ അന്തം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇപ്പോഴും ആ സഹായം അല്ലെങ്കിൽ അവിടുത്തെ വായ്പകൾ എഴുതിത്തള്ളാൻ പോലും, വയനാട് ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ ആളുകളുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. സഹായമോ തന്നിട്ടില്ല, വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുക്കുന്നില്ല. അതേ തുടർന്നാണ് ഇന്നലെ കോടതി പൊട്ടിത്തെറിച്ചത്. ഈ മുഖ്യമന്ത്രിയുടെ പുതിയ ഈ സന്ദർശന സാഹചര്യത്തിൽ കോടതിയുടെ ഈ നിലപാടുമൊക്കെ പരിഗണിച്ച് ഇതൊക്കെ വീണ്ടും അവിടെ ചർച്ചയാകുമെങ്കിൽ സഹായിക്കും എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? ഇപ്പോൾ ഇതിൽ ഹർഷം പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ക്രസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇത് സത്യത്തിൽ എനിക്ക് വലിയ അത്ഭുതമാണ് കേട്ടോ. അതായത് ഈ സംഗതി CPM-നോട് ഇവർക്ക് വലിയ രാഷ്ട്രീയ എതിർപ്പുണ്ട്. BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. പക്ഷേ ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ അത് നേരിട്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് കണ്ട സാഹചര്യത്തിൽ ഈ ഉറപ്പായിട്ട് ഉടനടി നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ സത്യസന്ധമായിട്ട് വിചാരിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇനി പിടിക്കാനുള്ള രാഷ്ട്രീയമായിട്ട് പിടിക്കാനുള്ള ഒരേ ഒരു സ്ഥലമാണല്ലോ കേരളം. ബാക്കി എല്ലാ സ്ഥലത്തും അവരുടെ ഒരു അധികാര സംഗതികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആനുകൂല്യം കൊടുത്തും ഏറ്റവും വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ അതോടൊപ്പം നിന്നും അല്ലേ കേന്ദ്ര സർക്കാരും BJP-യും പെരുമാറുക എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. എനിക്ക് വലിയ അത്ഭുതമായിട്ട് ഇപ്പോഴും തോന്നുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയ ഹർഷ, ഒരു 5 മണിക്കൂർ മുമ്പ് വീട്ടിലേക്കുള്ള വഴി തടഞ്ഞ പോലീസിനെതിരെ ഭയമില്ലാത്ത ചോദ്യം ഉയർത്തി ആ കുട്ടിക്ക് ആദരവും അഭിനന്ദനവും. രാഷ്ട്രീയ നേതൃത്വം യുവാക്കളുടെ വളർച്ചയെ തടസ്സപ്പെടുത്താതെ അവർക്ക് ഭാരമാകാതെ അവരെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടതെന്ന് പോസ്റ്റ് ഇട്ടിട്ട് ഇന്നലെ ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ. ഇന്നലെ ഒരു കുട്ടി അവിടെ സമരം നടത്തുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം യുവാക്കളുടെ വളർച്ചയെ തടസ്സപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ പാർട്ടി നടത്തിയ സമരമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി നടത്തിയ സമരത്തിന് പോലീസ് വെച്ചപ്പോൾ അവിടെ കുട്ടി സാധാരണഗതിയിലാണ്, പാർട്ടിയെ കുറ്റപ്പെടുത്താനൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി നടത്തിയ സമരത്തിൽ ബാരിക്കേഡ് ചെയ്യപ്പെട്ടൊരു കുട്ടിയുടെ വിഷ്വൽ എടുത്തിട്ട്
ആ കുട്ടിയോട് പോലും കരുതലും ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, BJP നേതാവ്, സംസ്ഥാന അധ്യക്ഷൻ, ഇത്ര വലിയ മഹാദുരന്തമുണ്ടായിട്ട് ഇത്രമാത്രം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് നാട്ടുകാർ ചോദിക്കില്ലേ? അദ്ദേഹം ഇന്ന് പറഞ്ഞായിട്ട് കണ്ടില്ലേ, അതായത് സംസ്ഥാനമാണ് ചെയ്യേണ്ടത്, കേന്ദ്രമല്ല എന്ന്. ഇന്നലെ ഹൈക്കോടതി, ഞാൻ പറയുന്നത് സംസ്ഥാന ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഗതികളിലെ ഹർഷ. സംസ്ഥാന ഹൈക്കോടതി പത്രം വായിച്ചിട്ട് ചോദിച്ചു, ഗുജറാത്തിലും അസമിനും 700 കോടി രൂപ അമിത്ഷാ അധ്യക്ഷനായിട്ടുള്ള സമിതി കൊടുത്തു. അപ്പോൾ ഇത് കേന്ദ്രത്തിന് വിവേചനാധികാരമുണ്ട്. കേന്ദ്രത്തിന് വിവേചനാധികാരമുണ്ട്. ഈ ദുരന്തം നടന്നതിൻ്റെ വലിപ്പം പരിഗണിച്ചിട്ട് അവർക്ക് സഹായം കൊടുക്കുക എന്നുള്ളത് കേന്ദ്രത്തിന് വിവേചനാധികാരമുണ്ട്. വിവേചനാധികാരം പ്രയോഗിച്ചില്ല എന്ന് പോട്ടെ, സംസ്ഥാനം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് ഇവിടെയുള്ള 2 പ്രധാനപ്പെട്ട കക്ഷികളും ആവശ്യപ്പെട്ടിട്ടും ഈ പറയുന്ന കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ സങ്കടകരമായ കാര്യമല്ലേ? എനിക്ക് അത്ഭുതം തോന്നാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ രാഷ്ട്രീയമായിട്ട് പലതരത്തിലുള്ള വിമർശനങ്ങളും വിശകലനങ്ങളൊക്കെ നമ്മൾ നടത്തും. പക്ഷേ പ്രധാനമന്ത്രി ഇവിടെ വന്നു. ഹർഷൻ ഓർമ്മയുണ്ടോ? നമ്മളെല്ലാം അങ്ങോട്ട് പോയത്, നമ്മളൊക്കെ അവിടെയുണ്ട്. ആ കുഞ്ഞിനെ, ആ പറയുന്ന ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ, അദ്ദേഹം ഒരുപാട് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സ്വാഭാവികമായിട്ട് കണ്ടിട്ടുണ്ടാകും. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, പലയിടങ്ങളിലായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ ആർദ്രമായിട്ടുള്ള മനസ്സുമായിട്ടും ആർദ്രമായിട്ടുള്ള ഭാവവുമായിട്ട് ആ കുഞ്ഞിൻ്റെ മുന്നിൽ നിന്നത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾക്ക് പോലും വലിയ ആദരവും സ്നേഹവും എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് തോന്നലുണ്ടാക്കിയതല്ലേ? ഇപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ കർക്കശമായിട്ടുള്ള വാക്കുകളാൽ പറഞ്ഞിട്ട് പോലും ഒരു വഴിതടയപ്പെട്ടൊരു കുഞ്ഞിന് വെള്ളം കിട്ടുന്നില്ലല്ലോ എന്ന കാര്യത്തിൽ ഈ പറയുന്ന ആദരവും സ്നേഹമൊക്കെ അർപ്പിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എൻ്റെ ചോദ്യം, രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ ഇവിടെ BJP-ക്കാർ തന്നെ ചിലപ്പോൾ KJP എന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്ന ആ പാർട്ടിയുടെ ഇതുപോലുള്ള സംസ്ഥാന അധ്യക്ഷനല്ല. അദ്ദേഹം കേന്ദ്രത്തിൽ വലിയ പിടിപാടുള്ള ആളാണ്. അദ്ദേഹം അവിടെ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് നേർക്കുനേർ ഈ ആളുകളുമായിട്ട് ബന്ധമുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം വേണ്ട രീതിയിൽ ഇടപെട്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക്, കോടതിയുടെ വിമർശനങ്ങൾക്കൊന്നും ഇടപെടാതെ ഈ കാര്യങ്ങൾ ഉണ്ടായിക്കൊടുക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി പറയാം ഹർഷ, മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെയാണ്, നാളെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് ഇന്ന് അമിത്ഷായെ കണ്ടു. ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും ഒരുപക്ഷെ അനുകൂലമായിട്ടുള്ള വല്ല പ്രഖ്യാപനങ്ങളും വരും എന്ന് ആശ്വസിക്കാനാണ് ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നത്. റൈറ്റ്. അതായത് ഈ കോടതി പ്രയോഗിച്ച വാക്കുകൾ, ഇന്നലത്തെ വാക്കുകൾ കർക്കശമായ പ്രയോഗങ്ങൾ തന്നെയാണ് കോടതി നടത്തിയത്. നമ്മൾ വിചാരിക്കില്ല കോടതി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെ ചിറ്റമ്മ നയം കാണിക്കരുത് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. ഈ നിയമങ്ങളും ഒക്കെ വിവേചനാധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പോയി ഭരണഘടന വായിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ ഭരണഘടന വായിച്ചിട്ടില്ലേ എന്ന് കോടതി ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതായത് അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതിന് പറ്റില്ല എന്ന് കർക്കശമായ നിലപാട് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഈ അഭിഭാഷകർ സ്വീകരിക്കുകയാണ്. അത് തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്തെങ്കിലും തരത്തിൽ ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ BJP-യെ പോലും പ്രതിസന്ധിയിലാക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാനല്ല നോക്കുന്നത്. കർക്കശമായ നിലപാട്. അതുമാത്രമല്ല, BJP-ക്ക് തനീഷ് നേരത്തെ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഒരു കാരണവശാലും ഇത് പറയാൻ പാടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനത്തിലുള്ള റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ പോരെ എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് അവർ പറഞ്ഞു കൊടുക്കില്ലേ? അപ്പോൾ അങ്ങനെ അറിയാനുള്ള, അതായത് ഈ അദ്ദേഹത്തിൻ്റെ സംഘടനാപരമായ വഴികൾക്കപ്പുറത്ത് വഴികളും സാധ്യതയും എല്ലാമുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയാണോ അദ്ദേഹം ഈ വിഷയത്തോട് പ്രതികരിക്കേണ്ടത്? കോടതിയുടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എപ്പോഴാണ്? കോടതിയുടെ ഈ കർക്കശമായ നിലപാടുകൾ വന്നതിന് ശേഷം അതിനോടുള്ള പ്രതികരണമാണിത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ എന്തെല്ലാം വിഷയങ്ങളാണ് അവിടെ സംസാരിക്കുക എന്നത് കാത്തിരുന്ന് നമ്മൾ കാണേണ്ടതാണ്. പോസിറ്റീവായ ചില പ്രതികരണങ്ങൾ വരുന്നു എന്നറിയുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഉരുളൊലിച്ചു വന്ന ദുരന്തത്തിൽ ജീവനൊഴികെ സർവസ്വവും നഷ്ടപ്പെട്ടവരാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ബാക്കിയായത്. ചേർത്ത് പിടിക്കുമെന്ന് അവരോട് നേരിട്ടെത്തി ഉറപ്പു നൽകിയത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. എന്നാൽ പറഞ്ഞതല്ല അദ്ദേഹത്തിൻ്റെ സർക്കാർ പ്രവൃത്തിയിൽ കാണിച്ചത്. ഹൈക്കോടതി ഇന്നലെ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞ ചില വാചകങ്ങൾ RDX ഓർമ്മിക്കട്ടെ. ധൈര്യമുണ്ടെങ്കിൽ സഹായിക്കാൻ താല്പര്യമില്ലെന്ന് നിങ്ങൾ തുറന്നു പറയണം. ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ കേന്ദ്രം സഹായിക്കില്ലെന്ന് ജനം അറിയട്ടെ. കേരളം അന്യഗ്രഹ ജീവികളുടെ നാടല്ല എന്ന് പോലും ഇന്നലെ കോടതി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. ഇന്നിപ്പോൾ കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലുണ്ട്. വയനാട് ദുരിതാശ്വാസ സഹായം അപര്യാപ്തമെന്ന്, വിവിധ മേഖലകളിൽ കേരളത്തിന് അർഹമായ വിഹിതം കിട്ടണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും നിതിൻ ഗഡ്കരിയെയും JP നദ്ദയെയും എല്ലാം നേരിൽ കണ്ട് മുഖ്യമന്ത്രി ധരിപ്പിച്ചിട്ടുമുണ്ട്. ഇതേ ആവശ്യവുമായി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണുന്നുണ്ട്. ഇനിയെങ്കിലും കേരളത്തിന് നേരെ കേന്ദ്രത്തിന്റെ കണ്ണ് തുറക്കുമെന്ന് RDX പ്രത്യാശിക്കുകയാണ്.